മുതലക്കോടം സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി സമാപനാഘോഷങ്ങൾക്ക് തുടക്കം. വിളംബര റാലിയോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. 22 മുതൽ 25 വരെ തീയതികളിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. മുതലക്കോടം സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷ സമാപന പരിപാടികൾക്ക് തുടക്കമായി. 22 മുതൽ 25 വരെയാണ് ഇവിടെ ജൂബിലി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. രാവിലെ സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ പതാക ഉയർത്തി സന്ദേശം നൽകിയതോടെ ആഘോഷ പരിപാടികൾക്ക് ആരംഭം കുറിച്ചു. പ്ലാറ്റിനം ജൂബിലി സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും ഇതോടൊപ്പം നടന്നു. തുടർന്ന് 75 കുട്ടികൾ അണിനിരന്ന് എയറോബിക് ഡാൻസ് സംഘടിപ്പിച്ചു. പതാക ഉയർത്തലിന് ശേഷം ടൗണിൽ വിളംബര ജാഥ നടന്നു. തൊടുപുഴ SI അജയ് ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു. വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ കുട്ടികൾ, സൺഫ്ലവർ സ്റ്റുഡൻസ്, SPC കേഡറ്റ്സ്, തിരുവാതിര വസ്ത്രങ്ങൾ അണിഞ്ഞ വിദ്യാർത്ഥിനികൾ, ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങൾ, മാർഗംകളി, ഒപ്പന, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നടന വേഷധാരികളായ കുട്ടികൾ എന്നിവരാണ് റാലിയിൽ അണിനിരന്നത്. റാലി നഗരത്തിലെത്തിയപ്പോൾ കുട്ടികളുടെ നേതൃത്വത്തിലുള്ള ഫ്യൂഷൻ ഡാൻസും അരങ്ങേറി. ജാഥയുടെ സമാപനത്തിൽ ബലൂണുകൾ പറത്തി ജൂബിലി ആഘോഷ സമാപന പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനവും നടന്നു. പരിപാടിയിൽ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ്, വാർഡ് കൗൺസിലർ ഷഹന ജാഫർ, പോലീസ് ഉദ്യോഗസ്ഥർ, മുൻ അധ്യാപകർ തുടങ്ങിയവരെല്ലാം പങ്കെടുത്തു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.